ഹലോ, നമസ്കാരം. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഊട്ടിയിലൊന്ന് പോകണമെന്നത്. അത് അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അനിയത്തിയുടെ മകൾ അവിടെ ഊട്ടിയിലാണ് താമസം. മരുമകൻ ആർമിയിലാണ്. അവരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല പ്രകൃതി സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ട്രെയിനിലായിരുന്നു യാത്ര കോയമ്പത്തൂർ വരെ. അങ്ങനെ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് തന്നെ മലകളിൽ കോടകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം കോയമ്പത്തൂർ എത്തി. അവിടെ നിന്ന് നേരെ മേട്ടുപ്പാളയം വഴി കുണ്ണൂരിലെത്തി. കുണ്ണൂരിലെത്തിയപ്പോൾ അവിടെ ഒരു കൽക്കരി നിറച്ച ഗുഡ്സ് ട്രെയിനാണെന്ന് തോന്നുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ട്രെയിൻ കടന്നു പോയതിന് ശേഷം വേണം നമുക്ക് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാൻ. അങ്ങനെ ആപ്പിൾ ബേ ചർച്ചിനടുത്ത് കൂടി വേണം നമ്മുടെ റോഡിലേക്ക് പോകണമെങ്കിൽ, അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോകണമെങ്കിൽ. ഒരുപാട് ആളുകൾ വന്നു ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ചർച്ച്. ഇതുവഴി നമ്മളിങ്ങനെ ഈ ചെറിയ റോഡിലൂടെ പോയി നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നപ്പോൾ മകളവിടെ ഞങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഊട്ടിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നുള്ള നല്ലൊരു അന്തരീക്ഷം എന്ന് വെച്ചാൽ നല്ല തണുത്ത അന്തരീക്ഷമാണ്. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര കൂളിങ്ങാണ്. അവിടെ പുറത്ത് അത്ര വലിയ തണുപ്പൊന്നുമില്ല, അകത്ത് നല്ല തണുപ്പാണ്. ഞങ്ങളങ്ങനെ അന്നത്തെ രാത്രി അവിടെ താമസിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ ഞാൻ വെറുതെ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ആകെ ഒരുപാട് നല്ല പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നാട്ടിലും കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടി അവിടെ ഇത്രമാത്രം പൂക്കൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഈ നമ്മുടെ ചെണ്ടിൽ ഒക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പൂക്കളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, പക്ഷേ അപൂർവമായിട്ട് കാണുന്നതാണെന്ന് മാത്രം. ഇപ്പം നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു കൊച്ചു ശുനകൻ ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് കണ്ട് നല്ല രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാൻ കാരണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വഴിയിലൊക്കെ കണ്ട പൂക്കളൊക്കെ പറിച്ച് കണ്ടില്ലേ, ചെടികളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ചെറിയ വലിയ വീടുകളുടെ മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമില്ല. എല്ലാ വാഹനങ്ങളും റോഡ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഊട്ടിപ്പൂ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ അവിടുന്ന് ഊട്ടിയിൽ നിന്ന് വരുന്നവർ പൈസയൊക്കെ കൊടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ടുവരുന്നൊരു പൂവാണ് ഊട്ടിപ്പൂ. ഈ ഊട്ടിപ്പൂവൊക്കെ ഇവിടെ കാണാൻ ഇടയായി. അപ്പോൾ കണ്ടില്ലേ, അവിടെ ആ സൈഡിലൊക്കെ നിൽക്കുന്നത് ഊട്ടിപ്പൂവൊക്കെയാണ്. അത് ഞങ്ങളതൊക്കെ പറിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ യാത്ര തിരിച്ചത്. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മതിലിലൊക്കെ പിടിച്ച് നിൽക്കുന്ന നല്ല രസകരമായ ചെടികൾ, നമ്മളത് ബൊക്കകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള കുറേ ചെടികൾ അത് ആ രീതിയിലൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു. അങ്ങനെ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് കണ്ട ചെടികളൊക്കെ പറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വീട്ടിലേക്ക് പോയത്. അവിടെയൊക്കെ നല്ല താഴ്ചയിലൊക്കെയാണ് വീട്. ഇറങ്ങി പോകണം, സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പോയി അവിടെ വീട്ടിലെത്തി അവരുമായിട്ട് സംസാരിച്ച ശേഷം പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. വഴിയിലെ നല്ല പ്രത്യേകതരം ചെടികളും നല്ല പൂക്കളും ചുറ്റിലും നല്ല രസകരമായൊരു അനുഭവമായിരുന്നു ഈ ഊട്ടി യാത്രയിൽ. എവിടെ നോക്കിയാലും നല്ല പൂത്തു നിൽക്കുന്ന ചെടികളിലെ പുഷ്പങ്ങൾ കാണാൻ പറ്റും. ഇതും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും രസകരമായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവരത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയോടുകൂടി തന്നെ ഞങ്ങൾ നേരെ ഊട്ടിക്ക് പോയി. ഊട്ടിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഊട്ടിയിലെ കുണൂരിലാണ് ഈ പറയുന്ന വീട്. അവിടെ നിന്ന് ഊട്ടിയിലേക്ക് ആണ് യാത്ര തിരിച്ചത്. കുണ്ണൂരിലാണ് ആർമിയുടെ ക്യാമ്പ്. ഏക്കർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ഈ ആർമിയുടെ തന്നെ പ്രദേശമാണ് ഈ ഭാഗം. കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും ഒരുപാട് കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് കൂടി നീങ്ങാൻ പറ്റും. ഇവിടെ ആർമിയുടേതായിട്ടുള്ള സൂചിപ്പിക്കുന്ന പല സ്റ്റാച്യുകളും നമ്മുടെ ഈ പ്രദേശത്തൊക്കെയുണ്ട്. നല്ല രസകരമായ ഒരു ഏരിയ തന്നെയാണത്. ഈ ആർമി ഏരിയയിൽ കൂടി നമുക്ക് ഈ ഊട്ടിയിലേക്ക് ഉള്ള യാത്രയിൽ കാണാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നു.
അങ്ങനെ ഈ വഴി യാത്ര ചെയ്യുമ്പോഴാണ് ഒരു നീഡിൽ ഇൻഡസ്ട്രി കണ്ടത്. അതായത് സിറിഞ്ചിൻ്റെ നീഡിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ എത്തിച്ചേർന്നു. അവിടെ നല്ല കായലിലെ വഞ്ചികളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവിടുന്ന് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിലാവശ്യമുള്ളവർക്ക് ബോട്ടിങ് പോകാം. നല്ല രസകരമായ സ്ഥലമാണ്. വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. എല്ലാവരും ഇതുപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട്. ഞങ്ങൾ ഈ ബോട്ടിനടുത്ത് കൂടിയൊക്കെ കയറി. എന്തായാലും ബോട്ടിങ്ങിനായിട്ട് ഞങ്ങൾ കയറിയില്ല. ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ അവിടെ ഇരിപ്പിടങ്ങളിലൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെയുള്ള കടകളിലൊക്കെ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. വലിയ തിരക്കൊന്നുമില്ല, എങ്കിലും അവിടെ വന്നിട്ടുള്ളവരിൽ കൂടുതലും ആ കടകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, അവിടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു 7D സിനിമാസ് എന്ന് പറഞ്ഞിട്ട് ഒരു അതുണ്ട്, അവിടേക്കൊക്കെ പോയി. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ അവിടെ ഒരു ടോയ് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചെന്ന് ഇതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സുഖമാണ് അവിടെ. പിന്നീട് കുതിരപ്പുറത്ത് കയറിയൊരു ഫോട്ടോഷൂട്ട്. കുതിരപ്പുറത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയായാലും നല്ലൊരു ഫോട്ടോസാണ് കിട്ടിയത്. ആ കുതിരനെ പിടിച്ചു നിന്നുകൊണ്ടും ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം അവിടെ നിന്ന് പോന്നു. ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മറ്റേ ആർമി സെൻറ്ററിൽ കൂടെ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇനി തൊട്ടടുത്തൊരു ഗോവിലേക്കാണ് പോയത്. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, മുരുകൻ്റെ കോവിലാണ്. അവിടേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കാണുമ്പോൾ നല്ല ക്ഷേത്രത്തിൻ്റേതായ ഒരു ലുക്ക് ഉണ്ടെങ്കിലും അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ചർച്ചിൻ്റേതായ ഒരു ലുക്കാണ് വരുന്നത്. നല്ലൊരു വലിയ ഹാളിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെയും കാണാം. എല്ലാ ആളുകളും ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു, പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ മുൻവശത്ത് തന്നെ കുറേ പേര് നിന്ന് മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു ചർച്ചിൻ്റേതായ ഒരു പ്രതീതി ഉണ്ട്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുരിശിൻ്റേതായ പ്രതീതിയൊക്കെ ഉണ്ട്. ബുദ്ധനുണ്ട് അവിടെ. സാധാരണ ക്ഷേത്രത്തിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് അവിടെ കണ്ടൊരു പ്രത്യേകത, അവിടെ യേശുവിൻ്റെയും മറ്റേ 786 എഴുതിയിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഒക്കെ ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ വ്യത്യസ്തതകൾ പുലർത്തുന്നത് കണ്ടില്ലേ ഭഗവാന്റെ രൂപമുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തതകൾ ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണത്. എന്തായാലും മതമൈത്രിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആഗ്രഹങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അതിനിപ്പുറത്ത് തന്നെ ഒരു ശിവന് ധാര അർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ശിവന് ധാര അർപ്പിക്കുക എന്ന് പറയുന്നത് ആ ശിവൻ്റെ ധാരാകുംഭത്തിലേക്ക് ധാര അർപ്പിക്കുകയും അത് ശിവൻ്റെ ശിരസിലൂടെ താഴേക്ക് ചെറുതായിട്ട് ഒഴുകി വീഴുകയാണ് ചെയ്യുന്നത്. പുറത്തു തന്നെ നല്ലൊരു നാഴികമണി നമ്മുടെ ചർച്ചിലും ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരാറുള്ളൊരു നാഴികമണിയും തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഇതെല്ലാം ഒരു മിലിറ്ററി പ്രദേശത്തിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തായിട്ട് ഞങ്ങൾ പോയത് കാടിനുള്ളിലൂടെയൊക്കെയാണ്. ഊട്ടിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഡോൾഫിൻ പോയിൻ്റ്, നല്ല വ്യൂ പോയിൻ്റാണ്. അവിടേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നല്ല കാടിനുള്ളിലൂടെ ഞങ്ങൾ, അവിടെ ആണെങ്കിൽ വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അവിടേക്ക് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. പക്ഷേ 2 വണ്ടികൾ ഒരുമിച്ച് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലുള്ള സ്ഥലമില്ല. പോകുന്ന വഴിയിൽ നല്ല തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. യൂക്കാലിയുടെയും കൊക്കോയുടെയൊക്കെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് കാണുന്നത്. അവിടെ യൂക്കാലിപ്സൊക്കെ അതുപോലെ ഇലകൾ ഒക്കെ ഇട്ട് നീരാവിയാക്കി കഴിഞ്ഞിട്ട്
അതിലെടുക്കുന്ന തൈലം ഉണ്ട്. പിന്നെ കൂടാതെ മറ്റേ കൊക്കോയിൽ നിന്ന് മറ്റേ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സന്ദർശിച്ച് അവിടെ നിന്ന് അത്യാവശ്യം തേയിലയൊക്കെ നല്ല വിലക്കുറവിനൊക്കെ കിട്ടും. വ്യത്യസ്ത ഫ്ലേവറിലുള്ള കുറേ ചായയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചായ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഒരു സായി ആശ്രമത്തിലേക്കാണ്. അവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തൊഴുത് പ്രദർശനമൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത്. സായിയുടെ ഒരു ആശ്രമമാണ്. Hey